you on stage. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ഒരു കല്യാണം കഴിയാൻ വേണ്ടി കാത്തിരിക്കലാണ്. പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇങ്ങനെ കണ്ടുപിടിച്ച് പറയാൻ വേണ്ടിയിട്ട്. വേറെയൊന്നുമല്ല, ഗ്ലാമി ഗംഗയുടെ കല്യാണം കഴിഞ്ഞു. ആദ്യം തന്നെ പറയാലോ, ആ ചെറുക്കൻ്റെ രണ്ടാം കെട്ടാണ്. അവൻ ആദ്യത്തെ കെട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോനെങ്ങാനും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് രണ്ടാം കെട്ടായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛം തന്നെയാണ്. അതായത് നീ എന്തൊക്കെ കഴിച്ചാലും രണ്ടാം കെട്ടല്ലടി, അതുപോലെ തന്നെ നീ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ വേണ്ടത്, നീക്ക് രണ്ടാം കെട്ടുകാരനെ അല്ലടി കിട്ടിയത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാമി ഗംഗയുടെ വളർച്ച അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അസൂയാപൂർണമായിട്ടുള്ളൊരു വളർച്ചയാണ്. അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലർക്കും പിടിക്കുന്നില്ല. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് വന്നിട്ട് നല്ല രീതിയിൽ മൃഷ്ടാന ഭോജനമായിട്ട് പോയ ടീം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. അതായത് ഗ്ലാമിയുടെ കല്യാണത്തിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അതേ കാറിൽ വെച്ചിട്ട് പറയുന്ന വാക്കെന്തായിരിക്കും എന്നറിയാം. എടേ, ആ പെണ്ണിന് എന്തിൻ്റെ കേടാന്നടാ, ആ പെണ്ണ് രണ്ടാം കെട്ടുകാരൻ ഓളക്കിൽ എത്ര നല്ല ചെറുക്കനെ കിട്ടുകടാ, എന്നിട്ട് എന്തിനാടാ ഈ രണ്ടാം കെട്ടുകാരനെ കിട്ടിയത്, എടാ അതിനൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പറയും. നമ്മളെ നാട്ടിൽ തന്നെ കാണുന്നില്ലേ, ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചിക്കനും വെന്തിട്ടില്ല, പീസ് കുറച്ചുകൂടി ഒരമ്പിച്ച് പോയി, ബിരിയാണിക്ക് മസാല കുറവാണ്, ഇതൊക്കെയാണ് പരാതികൾ. അതായത് നമ്മൾ കല്യാണം കഴിച്ച് നല്ല മൃഷ്ടാന ഭോജനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരാതി ഇതാണ്, ഈ പല്ല് കുത്തിക്കൊണ്ടുള്ള ഭർത്താന പിന്നീട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചോദിക്കും എന്തിനാണോ പിന്നെ എല്ലാവരെയും വിളിക്കുന്നതൊരു ചടങ്ങാണ്. അവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എന്ത് കുറവുണ്ടെങ്കിലും എന്ത് കുറ്റമുണ്ടെങ്കിലും അത് ആ വീട്ടുകാരുടെ പ്രശ്നമല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ വേണ്ടത്. അതായത് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഗ്ലാമി ഗംഗ ഭർത്താവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല, ആ വീട്ടുകാർക്ക് ഒരു താല്പര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഗ്ലാമി ഗംഗ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ചിരിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ആ വീട്ടിൽ ഇനിയിപ്പോഴൊരു നിമിഷം മന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് അവരൊരു കട്ടിൽ റെഡിയാക്കി വെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ വേണമെങ്കിൽ 2 ഫ്ലാറ്റ് വാങ്ങിക്കേണ്ട പൈസ ഗ്ലാമി ഗംഗേൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, നാളെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ വേറെ വീടും കാര്യങ്ങളെടുത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറുകയും ചെയ്യും. ഇനിയിപ്പോൾ അവരെ പാടായി അവരാണ് അനുഭവിക്കേണ്ടത്. ഈ നാട്ടുകാർക്ക് എന്തിൻ്റെ ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാർക്ക് എന്തിൻ്റെ ഭ്രാന്താണ്, ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അതായത് നാട്ടുകാർക്ക് മുഴുവട്ടാന്നാ തോന്നുന്നത്. നിങ്ങൾ കേൾക്കണേ, കമൻറ്റ് കേൾക്കണേ. കുറച്ച് കമൻറ്റൊക്കെ ഞാൻ വായിച്ചു തരട്ടെ, മുഴുവൻ എനിക്ക് വായിക്കാൻ കഴിയില്ല. ഇതിൽ ഗ്ലാമി ഗംഗ തന്നെ പിൻ ചെയ്ത് വെച്ച ഒരു കമൻ്റ് ഉണ്ട്, അത് ഞാൻ വായിക്കേ. ഹായ് ഗൈസ്, ഞാൻ പല കമൻസും കണ്ടു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, തുണി കഴുകി തന്നില്ല, ഇതൊക്കെ ഒരു പ്രോബ്ലമാണ് എന്ന് തോന്നുന്നില്ല. അപ്പുവിന് ചിക്കൻ ബോക്സ് ആയിരുന്നു, കല്യാണം തലേന്നാണ് പുറത്തിറങ്ങിയത്. സോ ഞാൻ ആണ് പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട എന്ന്. എനിക്ക് റൂം ഡെക്കർ ചെയ്യുന്നത് നല്ല ഇമ്പോർട്ടൻസ്, അപ്പുവിൻ്റെ ഹെൽത്താണ്, ഞാൻ വന്നിട്ട് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് നൈറ്റ് റൂം ഒരുക്കാൻ അപ്പുവിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ബാക്കിയുള്ളത് എൻ്റെ സൈഡാണ്, ഞാൻ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ 2 പേരും പോലെ ആണ്, ഞങ്ങൾക്കും കുത്തിത്തിരിപ്പ് വേണ്ട. അതിന് ഒരുപാട് മറുപടികൾ വന്നിട്ടുണ്ട്. ഒരുപാട് ചിക്കൻ ബോക്സോ 14 ദിവസമെങ്കിലും വേണ്ടേ അത് ഭേദമാകാൻ, എന്നിട്ട് മഹാ ഫംഗ്ഷനിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ചിക്കൻ ബോക്സ് വന്നിട്ടും അപ്പുവിൻ്റെ മുഖത്തൊന്നും കലയും ക്ഷീണവും ഒന്നും വരാത്തത് കല്യാണം നന്നാക്കാൻ പറ്റിയത് ഭഗവാന്റെ ഭാഗ്യം ഉള്ളതുകൊണ്ട് കേട്ടോ. നന്നായി വരട്ടെ, 2 പേർക്കും ആശം തോന്നും. നല്ല ആൾക്കാരുണ്ട് കേട്ടാ. നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ ഗംഗ? നെഗറ്റീവ് കമൻസിന് ഒരു നോട്ടം കൊണ്ടുപോലും വില കൊടുക്കാതെ പോകൂ. അവർ ഒന്നും ഒരു പണിയില്ല, ലൈഫ് ഹാപ്പി ആക്കി വെക്കേ. അത് ചില ആൾക്കാർ പറയുന്ന കേട്ടാ, നല്ല ആൾക്കാരും ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ ഒരുപാട്. അതായത് ആ പുള്ളിക്കാരന് ചിക്കൻ ബോക്സ് വന്നു എന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാകും, നീ ഒന്നും ആക്കി വെക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് 2 പേർക്ക് ആക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടാകും എനിക്കൊന്നും വയ്യ, ഞാനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഗ്ലാമി ഗംഗ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ വന്നിട്ടെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. എന്തിനധികം പറയുന്നത്, ഇപ്പം എൻ്റെ വിവാഹത്തിന് എൻ്റെ ഭാര്യ വന്നിട്ടാണ് എല്ലാം ചെയ്തത്. ഉള്ള കാര്യം എന്താ പറയുന്നത്, എൻ്റെ റൂമിൽ വേറെ എന്താ വേണ്ടത്, ഞാൻ അലക്കുളത്തായിരുന്നു, അത് അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ് ആരോ പിരിച്ചോണ്ടൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. അവൾ തന്നെ പിന്നെ പറഞ്ഞു കേട്ടോ, എനിക്കറിയുകയും ചെയ്യില്ല.
അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കുറ്റാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാം, നമ്മൾ തുമ്മിയതും തുപ്പിയതും തെച്ചും നാട്ടുകാരെ അറിയിക്കുമ്പോൾ അവരിങ്ങോട്ട് കമൻറ്റ് ചെയ്യും. അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോഴും അപ്പുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വീടല്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്വീകരണമല്ല. വേണമെങ്കിൽ ഈ ഒരു സ്വീകരണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഗ്രാമികങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പോഷൻ കട്ട് ചെയ്ത് വിടായിരുന്നു. അതുകൊണ്ട് ഗ്രാമികങ്ങൾക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന വരുമാനങ്ങളും പ്രധാനപ്പെട്ടതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമ്മായിയമ്മയുടെ മുഖം അങ്ങനെ ആയതുകൊണ്ടോ വീട്ടുകാരുടെ മുഖം അങ്ങനെ ആയതുകൊണ്ടോ ഇവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ചിക്കിളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേണമെങ്കിൽ ഗ്രാമികങ്ങൾക്ക് ഇതൊന്നും ആരെയും അറിയിക്കാതിരിക്കാം. പക്ഷേ അങ്ങനെ അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു സ്വകാര്യ ദുഃഖമാകും. അതുപോലെ തന്നെ ബാങ്കിലേക്ക് ബാലൻസ് വരത്തില്ല. ബാങ്കിലേക്ക് ബാലൻസ് വരണമെങ്കിൽ പലതും കാണിക്കേണ്ടി വരും. ഇവിടെ എന്തിനധികം പറയുന്ന വീട് മുഴുവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മില്യൺ 3 മില്യൺ അടിക്കായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ബാക്കി കമൻറ്റ് കൂടി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ, എല്ലാം നാട്ടുകാരെ കാണിക്കാൻ നിൽക്കണ്ട, വെറുതെ എന്തിനാണ്. ചില ടീംസ് അങ്ങനെയാണ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടൽ വളരെ താല്പര്യമാണ്. ഡെക്കറേഷൻ അല്ല ലൈഫിൽ ഇമ്പോർട്ടൻ്റ്, തമ്മിലുള്ള സ്നേഹമാണ്. അതും അറിയാത്ത ടീംസ് കഷ്ടം. എൻ്റെ പൊന്നുമക്കളെ, ഇതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ മിണ്ടാതിരിക്കാതെയോ, നിങ്ങൾ എന്തിനാണ് ഈ സാധനം എടുത്തിട്ട് വെളിയിലിടുന്നത്? നിങ്ങൾ ഈ സാധനം വിട്ട് കഴിഞ്ഞാൽ അല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ഈ സാധനം വെളിയിൽ വിട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഒരാൾ പോലും നിങ്ങളുടെ ലൈഫിൽ കയറി കളിക്കാൻ വരത്തില്ല. ഇത് ലോകത്ത് മുഴുവൻ നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ വേണം. അത് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറ്റാണോ? അടുത്ത കമൻറ്റ് വരട്ടെ. മറ്റുള്ളവരെ കാര്യത്തിൽ താല്പര്യമുള്ളത് കൊണ്ടല്ല ഈ വ്ളോഗൊക്കെ ആൾക്കാർ കാണുന്നേ. ആർക്കും മറ്റുള്ളവരുടെ കാര്യം അറിയേണ്ടെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സൊക്കെ പണിക്ക് പോകേണ്ടി വരും. ശരിയാണല്ലോ. അതായത് നിങ്ങളൊക്കെ വേറെ പണിക്ക് പോകണം. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരൊക്കെ കാണുന്നത് കൊണ്ടല്ലേ ഇത് ഇത്തിരി ആൾക്കാർ ഇതാകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്തിരി ആൾക്കാർ ഇത് കാണുന്നത് കൊണ്ടാണ് ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ ജോലി. ഇല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും ജോലി ഉണ്ടാവോ? ഇപ്പം ഗ്ലാമി ഗംഗേനെ വിമർശിച്ചത് കൊണ്ടും അതുപോലെ തന്നെ വിമർശിക്കാൻ വേണ്ടി ഇത് കണ്ടതുകൊണ്ടും അല്ലേ ഒരുപാട് പേര് ഈ ഇതിലേക്ക് വന്ന് കമൻറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണമായിരിക്കാന്ന് ഗ്ലാമി ഗംഗക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവുകാരെയും മറ്റുള്ളവരെയും പഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഡോളറാണെങ്കിൽ നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് വേണ്ടത്. അതങ്ങനെ തന്നെയാണ് ചേച്ചി. ഞാനും കുറേ കമൻസ് കണ്ടു. എന്ത് കാര്യത്തിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ഇംപ്രസ് എന്നാൽ ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ പൊന്നും മക്കളെ, ഇഗ്നോറൊന്നും ചെയ്തേക്കല്ലേ. കാരണം എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് ഓളികൾ, അതായത് ഒരു കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളും അവരെന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത്, എന്താണ് ഈ ഗ്രാമി ഗംഗയുടെ വിജയരഹസ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പ് ഒരു വസ്തുവിനും കൊള്ളാത്ത ഒരു വീട്ടിൽ മടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ലോകം പോലും കാണാതെ അച്ഛനെയും ഭയന്ന് ഇരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഗ്രാമി ഗംഗ. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഗംഗയുടെ വളർച്ച എന്ന് പറയുന്നത് ഒന്ന് കണ്ണീമി തുറക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം കൂട്ടുകാരികൾക്ക് പോലും അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കൾക്ക് പോലും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അസൂയ ഉണ്ടാകും. അതുകൊണ്ട് ഈ അസൂയേനെ പറ്റിയിട്ടൊന്നും ആരും പറയണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത കമൻറ്റ് വായിക്കാൻ ഞാൻ വായിക്കുന്നുണ്ട്. ഈ പൊന്നോ വിളി എന്നും തുടരട്ടെ. ഗംഗ അപ്പു ഓൾ ദ ബെസ്റ്റ്. അതൊക്കെ നല്ല കമൻറ്റാ. അയ്യേ, അപ്പോൾ പാണ്ടി നൈറ്റൊക്കെ നടത്തിയത് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്ന അപ്പോൾ പാർട്ടി നൈറ്റൊക്കെ നടത്തിയത് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്ന ടൈമിലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ടേക്ക് കെയർ. അതാരാന്നറിയില്ല കേട്ടോ. ഇനി അവരെ കല്യാണം വിളിച്ചാന്ന് അറിയില്ല. സെക്കൻഡ് നൈറ്റ് അല്ലേ, അതുകൊണ്ടാകും അപ്പോൾ ഇങ്ങനെ. ഓ അങ്ങനെ. അത് പിന്നെ അല്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരും, നല്ലതും വരും, മോശവും വരും. എന്തിനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വിളമ്പുന്നേ? അല്ല, നിങ്ങൾക്ക് എന്താ അവിടെ ചെയ്യാന്നുള്ള ലോകത്താർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഇതൊക്കെ വ്ളോഗാക്കിയിട്ട് മറ്റുള്ളവരെ കാണിച്ചിട്ട് ഇതാ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത്. സഹിക്കേണ്ടി വരും ഗംഗയെ സഹിക്കേണ്ടി വരും. അതായത് ഇത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ല. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോ ലെങ്തായി ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അങ്ങ് വിട്ടുകളാം.